സത്യം പറഞ്ഞാൽ 2024 BJPക്ക് ഒരു ഗതികെട്ട വർഷം തന്നെയായിരുന്നു. വിറപ്പിക്കാനിറങ്ങിയ BJP പക്ഷേ കൂടുതൽ ഭയന്നുകയറിയ വർഷമാണ് കടന്നുപോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3ാം അംഗത്തിനിറങ്ങുമ്പോൾ തനിച്ച് 400 സീറ്റുകൾ എന്നായിരുന്നു BJPയുടെ വീരവാദം. സ്വപ്ന നേട്ടത്തിനായി മോദിയും സംഘവും അരയും തലയും മുറുക്കി ഇറങ്ങി. എന്നാൽ BJP കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. 400 എന്ന സ്വപ്ന സംഖ്യ തൊടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, 240 സീറ്റുകൾ കൊണ്ട് പാർട്ടിക്ക് തൃപ്തിപ്പെടേണ്ടിയും വന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് 63 സീറ്റുകളുടെ കുറവാണ് BJPക്കുണ്ടായത്. NDAക്ക് ലഭിച്ചത് 293 സീറ്റുകൾ. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും BJPക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയത്. കേവല ഭൂരിപക്ഷത്തിനു വേണ്ടത് 272 സീറ്റുകളായിരുന്നു. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ മാന്ത്രിക സംഖ്യ മറികടക്കാൻ BJPക്ക് സാധിച്ചു. BJPയുടെ തേരോട്ടത്തിൽ NDA മുന്നണിയുടെ കൂറ്റൻ വിജയത്തിനാണ് 2019 സാക്ഷ്യം വഹിച്ചത്. അന്ന് മുന്നണി 353 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. അതേസമയം ഇക്കുറി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം BJPയെ വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. 2019 വെറും 52 സീറ്റുകളിൽ ഒതുങ്ങിയ കോൺഗ്രസിന് 99 സീറ്റുകളാണ് ലഭിച്ചത്. സഖ്യത്തിലെ മറ്റൊരു പ്രധാന കക്ഷിയായ സമാജ്വാദി പാർട്ടിയും സീറ്റ് ഉയർത്തി. 5ൽ നിന്നും 37ലേക്കായിരുന്നു സീറ്റ് മെച്ചപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് 7 സീറ്റ് വർദ്ധിപ്പിച്ച് 29 തൊട്ടു. DMK ആകട്ടെ തമിഴ്നാട് തൂത്തുവാരി. 22 സീറ്റുകളായിരുന്നു പാർട്ടിക്കെന്ന് ലഭിച്ചത്. NDAയിൽ TDPയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ പാർട്ടി, 16 സീറ്റുകൾ. 12 സീറ്റുകളുമായി JDU ആയിരുന്നു 3ാം സ്ഥാനത്ത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന മോഹം തകർന്നതോടെ 3ാം ഊഴത്തിൽ പത്തി മടക്കേണ്ടി വന്ന BJPയാണ് ദേശീയ രാഷ്ട്രീയം പിന്നീട് കണ്ടത്. എന്നാൽ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സംഭാവനയെക്കുറിച്ചാണ്. അതെ, 2023-24 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടി രൂപയോളമാണ്. വ്യക്തികളിൽ നിന്നും, ട്രസ്റ്റുകളിൽ നിന്നും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇത്രയും രൂപ BJPക്ക് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. 2022-23 കാലത്ത് BJPക്ക് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടിയിലധികം രൂപയാണ് ഈ സാമ്പത്തിക വർഷം സംഭാവനയായി ലഭിച്ചത്. 2018-19 BJP 742 കോടി രൂപയും കോൺഗ്രസ് 146.8 കോടി രൂപയുമാണ് സംഭാവനയായി സമാഹരിച്ചത്. അതേസമയം 22-23 6.1 കോടിയായിരുന്ന CPMന്റെ സംഭാവന 2023-24 7.6 കോടിയായി ഉയർന്നു. മേഘാലയയിലെ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് 14.8 ലക്ഷം രൂപ സംഭാവനയായി ലഭിച്ചു. അതേസമയം BJPയും കോൺഗ്രസും പ്രഖ്യാപിച്ച മൊത്തം സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല. കാരണം ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ. ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു. അതേസമയം ചില പ്രാദേശിക പാർട്ടികൾ സംഭാവന റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.